ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതയാണ് നമ്മുടെ ഇന്നത്തെ ബഹുമാന്യയായ അതിഥി. അതിലൊന്നാണ് അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഏതെങ്കിലും രീതിയിൽ കലാകാരന്മാരോ കലാകാരികളോ ആണ്. ബന്ധുക്കളായാലും കുടുംബാംഗങ്ങളായാലും എല്ലാവരും കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഒരു വലിയ ഭാഗ്യമാണ്, ദൈവം കനിഞ്ഞു കൊടുക്കുന്ന ഒരനുഗ്രഹമാണ്. അമ്മയുടെ മൂത്ത സഹോദരനായ ശ്രീ രാമകൃഷ്ണപിള്ളയുടെ മകനാണ് ശ്രീ വേണുഗോപാൽ. അദ്ദേഹം VSSയിൽ എഞ്ചിനീയറായിരുന്നു. അവിടെ നിന്നും റിട്ടയറായ അദ്ദേഹം ഒരുപാട് കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് നമ്മുടെ അടുത്ത അതിഥി. ശ്രീ വേണുഗോപാലിനെ ഞാൻ വിനയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ഞാൻ പറയായിരുന്നു, അമ്മയായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും എന്തെങ്കിലും കലാപരമായ ഒരു പ്രവർത്തനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കലാകാരന്മാരോ കലാകാരികളൊക്കെ ആയിരിക്കും. സാറ് VSSയിൽ എഞ്ചിനീയർ ആയിരിക്കുമ്പോഴും അവിടുത്തെ ഒരുപാട് കലാപ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ആർട്സ് ക്ലബ്ബ് ആക്ടിവിറ്റീസ് തുടങ്ങി വെച്ചത് ഞാനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിലെ അന്നത്തെ ഏറ്റവും വലിയ കലാസംഘടനയായ സ്പാർക്ക് സ്പേസ് സെൻറ്റർ ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് എൻ്റെ ഫൗണ്ടർ സെക്രട്ടറി ആയിരുന്നു ഞാൻ. 6 കൊല്ലം ഞാൻ എൻ്റെ സെക്രട്ടറി. ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ടേ അപ്പച്ചി എനിക്കൊന്നൊരു 62 കണ്ടായിരുന്നു. 62 സാമിയസ് ലോഡ്ജിൽ ഞാൻ അപ്പച്ചി അന്വേഷിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു അവിടെയൊന്നും ഇല്ല, അപ്പച്ചി ടി വാസു സാറിൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞ്. അപ്പോഴവിടെ സത്യം മാഷും SP പിള്ളച്ചേട്ടനും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ പൊന്നമ്മ ചേച്ചി എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനമുണ്ട്. ഞാൻ വളരെ കൊച്ചു ഇതായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ്, അതാണ് മനസ്സിൽ വന്ന എപ്പോഴും ഉണ്ടായിരിക്കുന്നൊരു. പിന്നെ എൻ്റെ അപ്പച്ചി എന്ന് പറയുമ്പോൾ എനിക്കൊരു ഇത് വരുമല്ലോ. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അങ്ങനെ ഒരു സിനിമാ നടി എന്നുള്ള മട്ടില്ല, എല്ലാവരും സ്വന്തം അമ്മ അല്ലെങ്കിൽ അമ്മമ്മ അല്ലെങ്കിൽ മുത്തശ്ശിയായിട്ടാണ്. ഞാൻ സിനിമ ജോലി ചെയ്യുന്നു, പൈസ മേടിക്കുന്നു എന്നല്ലാതെ സിനിമാക്കാരി ആയിട്ടില്ല. ഞാൻ കുടുംബക്കാരിയാ, അന്നും ഇന്നും എന്നും. അതുകൊണ്ടാണ് തറവാട്ടമ്മയും മുത്തശ്ശിയും ഒക്കെ ഉണ്ടായത്. ശരി സാർ, വന്നതിനും പങ്കെടുത്തതിനും വളരെ സന്തോഷം. ഒരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുണ്ടാവുക ആ വ്യക്തിയുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളുകൾക്കായിരിക്കും. അമ്മയുമായി ഏറ്റവും അടുത്ത വ്യക്തിബന്ധമുള്ള 2 ആളുകളാണ് നമ്മുടെ അടുത്ത അതിഥികൾ. ഒന്ന് ശ്രീമതി ലൈല രവീന്ദ്രൻ. ലൈല രവീന്ദ്രൻ അമ്മയുടെ ഏറ്റവും ഇളയ അനുജത്തിയുടെ മകളാണ്. മറ്റൊന്ന് ശ്രീമതി ഇന്ദിര രാജശേഖരൻ, അത് അമ്മയുടെ മരുമകളാണ്. സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയുടെ അമ്മയാണ്. ഈ 2 പേരെയും ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ. അമ്മ തുടക്കത്തിലേ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ ഈ മരുമകളില്ല, മകളേ ഉള്ളൂ എന്നാണ്. എല്ലാവരും മക്കളായി തന്നെയാണ് കാണാറുള്ളൂ. അങ്ങനെ ഒരു മരുമകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്താറില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ? മകളായിരുന്നു എന്നും? അതെ, എല്ലാവരും മകളെന്നാണ് ഈ അടുത്ത കാലത്ത് ആരോ ചോദിച്ചത്. ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് മകളല്ല മരുമകളാണെന്നുള്ളതല്ലേ. വല്യമ്മയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അമ്മച്ചി എന്നാണ് വിളിക്കണത്. അമ്മയും അമ്മച്ചിയും കൂടെ 2 തട്ടിൽ വെച്ചാൽ ആർക്കാ തൂക്കം കൂടുതലെന്ന് ചോദിച്ചാൽ 2 പേരും ഒരുപോലെ. അതെനിക്കും അതെ, എൻ്റെ അനിയത്തിക്കും അതെ, എൻ്റെ ചേട്ടനും അതെ. കാരണം ഞങ്ങൾക്കൊരു കാര്യം എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് തോന്നിയാൽ അത് അമ്മച്ചിയുടെ അടുത്തായിരിക്കും ആദ്യം ചോദിക്കുക. അതെൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു. കാരണം അമ്മച്ചിയുടെ അടുത്ത് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു പപ്പയ്ക്കും. അപ്പോൾ അത് കണ്ടു വളർന്നതും പിന്നെ ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയും. എനിക്ക് കുറച്ചാൾ അമ്മച്ചിയുടെ അവിടെ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വയ്ക്കത്തായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. അപ്പോൾ അത് കഴിഞ്ഞ് കോളേജിൽ മ്യൂസിക് മെയിനടുത്തൊക്കെ ഇവിടെ വന്ന് ചേർന്നു. അപ്പോൾ അമ്മച്ചിയാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിപ്പിച്ചത്. ഇവിടെ വന്നത് എന്നെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയത് അമ്മച്ചിയാണ്. ഒരു ദിവസം കൊണ്ടൊരു വർണ്ണമൊക്കെ പഠിപ്പിച്ച് കൊണ്ടുപോയി. പിന്നെ എൻ്റെ അനിയത്തിയും BA കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നിന്ന്. അത് വയ്ക്കത്ത് നമുക്ക് കോളേജ് ഇല്ലാത്തതുകൊണ്ട് ഹോസ്റ്റലിലൊക്കെ പോകണ്ടേ. അപ്പോൾ അതിങ്ങനെ ആലോചന വന്നപ്പോൾ അമ്മച്ചി അന്ന് ഫോണല്ലല്ലോ, പെട്ടെന്ന് എഴുത്ത് അയക്കും, അവരെ ഇങ്ങോട്ട് കൊണ്ടുപോരെ എന്ന് പറഞ്ഞു. എൻ്റെ ഈ പഴയ വീട്ടിൽ ഉള്ള സൗകര്യം, അതെ, ഉള്ള സൗകര്യത്തിൽ അവിടെ പഠിച്ച്. വലിയ സൗകര്യമൊന്നും ഇല്ലാത്ത വീടല്ലേ. ഈ കല്യാണത്തിന് മുമ്പ് തന്നെ, മരുമകളായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ അമ്മയെ സിനിമയിൽ കണ്ടിട്ടില്ലേ? അമ്മയായിട്ടൊക്കെ സ്കൂൾ മാസ്റ്റർ കണ്ടു. കല്യാണം സിനിമ ആലോചിച്ച് തുടങ്ങിയ സമയത്ത് കണ്ട അമ്മയെ കാണാൻ വേണ്ടി പോയി. സ്കൂൾ മാസ്റ്ററിലല്ലേ ഈ അമ്മയും അച്ഛനും വേർതിരിച്ചിട്ട് മക്കളെ പാട്ട് നല്ല സിനിമയിലായിരുന്നു.
അപ്പം അത് കണ്ടപ്പോൾ തന്നെ എന്തായാലും അമ്മയെ അങ്ങ് മനസ്സിലേക്ക് ആയിട്ടുണ്ടാവും അല്ലേ? അത്ര നല്ല അമ്മയല്ലേ? എല്ലാത്തിലും നല്ല അമ്മ തന്നെ. ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു മോശം അമ്മയായിട്ട് വന്നിട്ടുണ്ടോ? ഒരു മോശം സീനിൽ പോലും ഉണ്ടാവില്ല അല്ലേ? മോശം ഡയലോഗ് വന്നിട്ടുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ മുതലാളി എന്നെ കൊണ്ട് പറയും, അത് പൊന്നമ്മ പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഗീതത്തിലല്ലേ ശ്രീമതി ലൈല അല്ലേ പഠിച്ചത്? ഇപ്പോഴാ പഠിച്ച്, പ്രായമായി പിന്നെ പഠിക്കണമെന്ന് തോന്നി. വാസുദേവൻ പഠിപ്പിക്കില്ല. എടുത്ത് മ്യൂസിക് കോളേജ് ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഇയർ ആയപ്പോൾ കല്യാണം വന്നു. പിന്നെ അങ്ങനെ പിന്നെ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് ഇപ്പോഴാണ്. ഇപ്പോൾ കുറേശ്ശൊക്കെ പാടുന്നുണ്ട്. രാധിയെ കൂടെ ഉത്സാഹിപ്പിക്കുന്നുണ്ട് ഇനിയും പഠിക്കണം. ഇപ്പോൾ മക്കളെ പഠിപ്പിക്കാൻ തുടങ്ങി, അവളും കൂടെ പഠിക്കുക. ഒരുമിച്ച് വൈക്കത്ത് പാടി, പ്രാവശ്യം വൈക്കത്ത് മോളെ കൂടെ കൂട്ടി പാടി. ഒരു 5 വർഷം മുമ്പ് ചോറ്റാനിക്കരയിലും ഞാൻ എൻ്റെ കൂടെ മോളെ പാടിച്ചു. അപ്പം ഞാനിപ്പോൾ അങ്ങ് വഴിപാട് നേർന്നിടും എല്ലായിടത്തും, മോളെയും കൂടെ പാടിച്ചോളാന്ന്. അപ്പൊ അവള് പറയാൻ വഴിപാടായതുകൊണ്ട് പോകാതിരിക്കാൻ നിവൃത്തിയില്ല മുമ്മെന്ന് പറഞ്ഞു. കാരണം അല്ലാതെ നിവൃത്തിയില്ല, തിരക്കും. പിന്നെ സുരേഷിന് പാട്ട് ഭയങ്കര ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഒരിക്കലും അപ്പച്ചി അതിന് ഒരു കുഴപ്പവും ഇല്ല, എവിടെ വേണോ പാട്ട്. അതെ, അങ്ങനെ വൈക്കത്ത് ഇപ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ. അമ്മ ഇപ്പോഴും പാടും. എൻ്റെ 85 വയസ്സായ പ്രാവശ്യം ചെയറിലൊക്കെ ഇരുത്തി, എന്നാലും അരമണിക്കൂർ പാടിയിട്ട് ഞാൻ വയസ്സായപ്പോൾ ക്ഷീണിച്ചു, അവള് വയസ്സായപ്പോൾ വണ്ണം വെച്ചു. അങ്ങനെ ഒരു വ്യത്യാസം. നമുക്കൊരു പാട്ട് പാടി കേൾക്കാം അല്ലേ? പിന്നെ കരുണൈ ദൈവമേ കർപ്പകമേ, കരുണൈ ദൈവമേ കർപ്പകമേ, കാണവേണ്ടുമുന്തൻ പൊற்பாதமே என் கருணை தெய்வமே கற்பகமே, கற்பகமே. ஒரு துணையாக என் உள்ளத்தில் அமர்ந்தாய், ஒரு துணையாக என் உள்ளத்தில் அமர்ந்தாய், உனை என்று வேறு யாரோ எந்தாய், உனை என்று வேறு யாரோ எந்தாய், உனை என்று வேறு யாரோ என் தாய், கருணை தெய்வமே கற்பகமே. സാധാരണ ഈ സമാഗമത്തിൽ വരുന്ന അതിഥികളെല്ലാവരും പറയും ഇങ്ങനെ, ഈ സമാഗമത്തിൽ ഇങ്ങനെ വന്നിരിക്കാൻ, ഇങ്ങനെ ഒത്തുകൂടാനൊക്കെ പറ്റിയതൊരു ഭാഗ്യമാണെന്ന് പറയും. ഇതിപ്പോ എനിക്കാണ് തോന്നുന്നത്. കാരണം ഇത്രയും ഒരു സംഗീതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്രയൊരു ഫാമിലിയിൽ വന്നിട്ട് കുറച്ചു നേരം ആ കുടുംബത്തിൽ അംഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ട് ഞാനാണ് കരുതുന്നത്. എന്തായാലും വന്നതിന് പങ്കെടുത്തതിന് വളരെ നന്ദി.